ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗവർണർമാരെ നിയമിക്കാനുള്ള ഉത്തരവിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒപ്പുവച്ചു. പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിന്റെ രാജിയും രാഷ്ട്രപതി അംഗീകരിച്ചു. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയെ പശ്ചിമബംഗാൾ ഗവർണറാക്കി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തമിഴ്നാട് ഗവർണറുടെ ചുമതലകൾ നിർവഹിക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയെ ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായും നിയമിച്ചു. കൃഷിയും ഗ്രാമീണ പരിവർത്തനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ബജറ്റാനന്തര വെബിനാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അഭിസംബോധന ചെയ്യും. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മത്സ്യബന്ധനം, ഗ്രാമീണ ഉപജീവന മാർഗം എന്നീ പ്രധാന മേഖലകളെ ഉൾപ്പെടുത്തി 8 വെബിനാർ സെഷനുകളാണ് നടക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം 7ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്ത വ്യോമാക്രമണം തുടരുമ്പോൾ ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടി ശക്തമാക്കി. ഇറാനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ തിരിച്ചറിഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. മനാമയിൽ 2 പാർപ്പിട സമുച്ചയങ്ങളിലും ഒരു ഹോട്ടലിലും ഇറാൻ ആക്രമണം നടത്തിയതായും എന്നാൽ ആളപായമില്ലെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർമ്മിച്ചതിന് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതായി UAEയും അറിയിച്ചു. ആഗോള ഊർജ്ജ വിപണി സ്ഥിരത ഉറപ്പാക്കുന്നതിന് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യയ്ക്ക് 30 ദിവസത്തെ ഇളവ് അനുവദിച്ച് അമേരിക്ക. അന്താരാഷ്ട്ര ചരക്ക് നീക്ക മേഖലയിലെ നിലവിലെ അനിശ്ചിതത്വം കാരണം കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നതിനായാണ് നടപടി. ഈ ചരക്ക് നീക്കം സുഗമമാക്കുന്നതിലൂടെ ആഗോള വിപണി സുസ്ഥിരമാക്കാനും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് സഹായം നൽകാനുമാണ് യുഎസിന്റെ തീരുമാനം. പശ്ചിമേഷ്യൻ മേഖലയിൽ CBSE നാളെ മുതൽ ഈ മാസം 11 വരെ നടത്താനിരുന്ന 10ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കി. നേരത്തെ മാറ്റിവെച്ച 2, 5, 6 തീയതികളിലെ പരീക്ഷകളും റദ്ദാക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷാ ഫലപ്രഖ്യാപനം സംബന്ധിച്ച തീരുമാനം പിന്നീട് അറിയിക്കും. അതേസമയം നാളത്തെ 12ാം ക്ലാസ് പരീക്ഷ മാറ്റിവെച്ചു. അസമിൽ പരിശീലന പറക്കലിനിടെ വ്യോമസേനയുടെ സുഖോയ് 30 MKA യുദ്ധവിമാനം തകർന്നു വീണു. ജോർഹട്ട് വ്യോമതാവളത്തിൽ നിന്ന് ഇന്നലെ പറന്നുയർന്ന വിമാനത്തിന് റഡാർ ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. വ്യോമതാവളത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെ തകർന്നു വീണ വിമാനത്തിലെ 2 പൈലറ്റുമാർ വീരമൃത്യു വരിച്ചു. സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം തന്നെ ഉണ്ടാകും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മറിപ്പുഴ പദ്ധതി പ്രദേശത്ത് അല്പസമയത്തിനകം ചടങ്ങ് ആരംഭിക്കും. കേരളത്തിൽ ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊല്ലം ആശ്രാമ മൈതാനത്ത് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദിയുടെ 3ാമത് മഹാസമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, സന്യാസിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലെ വീഴ്ച അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം RDOയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. ചിലയിടങ്ങളിൽ മാലിന്യ നീക്കം വൈകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. മീനമാസ പൂജയ്ക്കും ശബരിമല ഉത്സവത്തിനുമായി നട തുറക്കുമ്പോൾ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള റൂം ബുക്കിംഗിനുള്ള ഓൺലൈൻ സംവിധാനം ഇന്നു മുതൽ ആരംഭിക്കും. വെബ്സൈറ്റ് വഴിയാണ് റൂം ബുക്ക് ചെയ്യേണ്ടത്. മീനമാസ പൂജയോടനുബന്ധിച്ച് ഈ മാസം 14 മുതൽ 19 വരെയും ഉത്സവത്തിനായി മാർച്ച് 22 മുതൽ ഏപ്രിൽ 1 വരെയുമാണ് ദർശനത്തിന് അവസരമുള്ളത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം മൈ ഭാരത് സംരംഭവുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന VBG റാംജി യുവ ഡിജിറ്റൽ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. 2025 VBG റാംജി നിയമത്തെക്കുറിച്ച് വിപുലമായ പൊതുജന അവബോധം ഉറപ്പാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.